നമസ്കാരം. സാഹിത്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൃത. പ്രധാന വാർത്തകളിലേക്ക്. സാഹിത്യ പ്രഭാഷണ പരിപാടികൾ അവസാനിപ്പിച്ചു എന്ന പ്രസ്താവനയുമായി എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. യുവ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കഥയിൽ ജബീൻ മഠത്തിൽ രചിച്ച അഖൽ ബാരിയും കവിതയിൽ റഹീമ വാളാട്ടിന്റെ 4-5 ബായ്ക്കപ്പാടങ്ങളും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച കോളേജ് മാഗസിനുള്ള പുരസ്കാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ആർക്കോ ഒരു സ്തുതി നേടി. മലയാള സാഹിത്യ ലോകത്തിലെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിനും, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കും, മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്കും. മലയാളികളുടെ വായനാ ലോകത്ത് തരംഗമായി മാറിയ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ തിരശീലയിലേക്ക്. വാർത്തകൾ വിശദമായി. സാഹിത്യ പ്രഭാഷണ പരിപാടികൾ അവസാനിപ്പിച്ചു എന്ന പ്രസ്താവനയുമായി പ്രശസ്ത എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത കാലത്ത് സാഹിത്യ സമൂഹത്തിൽ നിന്നുമുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സാഹിത്യ പ്രഭാഷണ പരിപാടികൾ അവസാനിപ്പിച്ചുവെന്നും ഇനിയൊരിക്കലും ആ പണി ചെയ്യില്ലെന്ന് തീരുമാനിച്ചെന്നും എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആശാൻ കവിതയെക്കുറിച്ച് തുഞ്ചൻ പറമ്പിൽ പ്രഭാഷണം നടത്താൻ MT വാസുദേവൻ നായരുടെ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ പ്രസ്താവന മുമ്പോട്ട് വെച്ചത്. യുവ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കഥയിൽ ജബീൻ മഠത്തിൽ രചിച്ച അഖൽ ബാരിക്കും കവിതയിൽ റഹീമ വാളാട്ടിന്റെ 4-5 ബായ്ക്കപ്പാടങ്ങളും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മാതൃഭൂമി യുവ എഴുത്തുകാർക്കായി പ്രതിവർഷം നടത്തിവരുന്ന സാഹിത്യ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. കഥയിൽ ജബീൻ മഠത്തിൽ രചിച്ച അഖൽ ബാരി 1-ാം സ്ഥാനവും, D ശ്രീകാന്തിന്റെ പ്രവിശ്യ യുദ്ധം 2-ാം സ്ഥാനവും, അശ്വതി T വിജയകുമാറിന്റെ കൊടിമരങ്ങൾ 3-ാം സ്ഥാനവും നേടി. കവിതയിൽ റഹീമ വാളാടിന്റെ 4-5 ബായ്ക്കപ്പാടങ്ങൾ 1-ാം സ്ഥാനവും, ഹുസൈൻ താമരക്കുളത്തിന്റെ വലിയ പോലീസ് 2-ാം സ്ഥാനവും, പ്രഭിത പ്രകാശിന്റെ എൻഡോളെ എൻഡോളെ നമ്മളെ 3-ാം സ്ഥാനവും നേടി. മികച്ച കോളേജ് മാഗസിനുള്ള പുരസ്കാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ആർക്കോ ഒരു സ്തുതി നേടി. കേരളത്തിലെ മികച്ച കോളേജ് മാഗസിനുള്ള മലയാള മനോരമ ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി കോട്ടയ്ക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിന്റെ ആർക്കോ ഒരു സ്തുതി എന്ന മാഗസിൻ സ്വന്തമാക്കി. കീർത്തി സ്തംഭവും 50,001 രൂപയുമാണ് സമ്മാനം. കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ കാക്ക 2-ാം സ്ഥാനവും കോഴിക്കോട് ഗവൺമെന്റ് കോളേജിന്റെ നടുപ്പെട്ടോർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. മലയാള സാഹിത്യ ലോകത്തിലെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിനും, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കും, മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്കും. പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫിന്റെ എസ്തർ എന്ന നോവലിനാണ് കഴിഞ്ഞ വർഷത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ സക്കറിയയ്ക്ക്. പ്രൊഫസർ MK സാനു അധ്യക്ഷനും C രാധാകൃഷ്ണൻ, സാറാ ജോസഫ് എന്നിവർ അംഗങ്ങളായ വിധിനിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സമ്മാനിക്കുന്ന പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ജൂറി ചെയർമാൻ K സച്ചിദാനന്ദൻ അറിയിച്ചു. മലയാളികളുടെ വായനാ ലോകത്ത് തരംഗമായി മാറിയ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ തിരശീലയിലേക്ക്. മലയാളിയുടെ സമകാല വായനയിൽ ഏറെ സജീവമായ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചെന്നും അഭിനേതാക്കളെ തീരുമാനിച്ചിട്ടില്ലെന്നും എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ. ഇനി പുസ്തക ലോകത്തിലേക്ക്. റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം സാഹിത്യ ലോകത്തിന് പുതിയ സംഭാവനയുമായി അഖിൽ പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് ശേഷം സാഹിത്യ ലോകത്ത് ശ്രദ്ധ പിടിച്ചുപറ്റി അഖിൽ പി ധർമ്മജന്റെ 2 നോവലുകൾ. മാധ്യമപ്രവർത്തകനായ അലക്സ് മരണങ്ങളെക്കുറിച്ചും കാലങ്ങൾക്കിപ്പുറം അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഓജോ ബോർഡിന്റെ സഹായത്തോടെ നടത്തുന്ന യാത്രയാണ് ഓജോ ബോർഡ് എന്ന നോവൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മരണച്ചുഴികൾ നിറഞ്ഞ രഹസ്യദ്വീപുകളിലേക്ക് യാത്ര ചെയ്ത് ഫ്ലോറിഡയിലെ ഒരു പ്രൊഫസറുടെയും അയാളെ പിന്തുടർന്നവരുടെയും കഥയാണ് മെർക്കുറി ഐലൻഡ്. പാബ്ലോ നെറൂദയുടെ വാഴ്ത്തുക്കൾ എന്ന കവിതാ സമാഹാരം V രവികുമാറിന്റെ വിവർത്തനത്തിൽ ഐറിസ് ബുക്സ് പ്രസിദ്ധീകരിച്ചു. നിത്യജീവിതത്തിൽ കാണുന്ന സാധാരണ വസ്തുക്കളെ ഭാവഗീതങ്ങൾ രചിക്കുക എന്നൊരു നൂതനമായ കാവ്യശൈലി നെറൂദ കണ്ടെത്തിയിരുന്നു. ആ ശൈലിയിൽ രചിക്കപ്പെട്ട കവിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഈ പുസ്തകത്തിലുള്ളത്. MN കാരശ്ശേരിയുടെ മാപ്പിള തമാശകൾ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ഫലിത പാരമ്പര്യത്തിൽ പ്രധാനമാണ് മാപ്പിള തമാശകൾ. ആ ഫലിത പാരമ്പര്യത്തിൽ നിന്നും പരതിയെടുത്ത ഒരു കൂട്ടം തമാശകൾ പുനരാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുകയാണ് MN കാരശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാഹിത്യ പ്രഭാഷണ പരിപാടികൾ അവസാനിപ്പിച്ചു എന്ന പ്രസ്താവനയുമായി എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. യുവ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കഥയിൽ ജബീൻ മഠത്തിൽ രചിച്ച അഖൽ ബാരിയും കവിതയിൽ റഹീമ വാളാട്ടിന്റെ 4-5 ബായ്ക്കപ്പാടങ്ങളും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച കോളേജ് മാഗസിനുള്ള പുരസ്കാരം
കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ആർക്കോ ഒരു സ്തുതി നേടി. മലയാള സാഹിത്യ ലോകത്തിലെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിനും, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കും, മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്കും. മലയാളികളുടെ വായനാ ലോകത്ത് തരംഗമായി മാറിയ അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ തിരശീലയിലേക്ക്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സാഹിത്യ ലോകത്തിലെ പുതിയ വാർത്തകളുമായി അടുത്ത മാസം. നന്ദി, നമസ്കാരം.